ലോകരാജ്യങ്ങൾക്ക് ഭീഷണി. ട്രംപിന്റെ പ്രഖ്യാപനം ഇറാന് ടോൾ നൽകി കടന്നുപോകുന്ന കപ്പലുകൾ പിടിച്ചെടുക്കും. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇറാനിലെ തുറമുഖങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഉപരോധം ഇന്ന് പ്രാബല്യത്തിൽ വരും. ഇറാനിലേക്കുള്ള ചരക്ക് കപ്പലുകളെയും അവിടെ നിന്നുള്ള കയറ്റുമതിയെയും പൂർണ്ണമായും തടയുക എന്നതാണ് അമേരിക്കൻ ലക്ഷ്യം. ഇന്ത്യ നിർമ്മിച്ച ചബഹാർ തുറമുഖവും ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 80% നടക്കുന്ന കാർഗ് ദ്വീപിലെ പോർട്ടും ഉൾപ്പെടുന്നു. ആർക്കും ഇളവുകൾ നൽകില്ലെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയതോടെ മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ കർശന നീക്കത്തെ ഇറാൻ പരിഹസിച്ചു തള്ളിയെങ്കിലും ആഗോള സാമ്പത്തിക രംഗത്ത് ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയും ബാരലിന് $100 എന്ന പരിധി മറികടക്കുകയും ചെയ്തു. ഇന്ന് മാത്രം എണ്ണവിലയിൽ 7.5% വർധനവാണ് രേഖപ്പെടുത്തിയത്. അമേരിക്കൻ ക്രൂഡ് ഓയിൽ വില $104 മറ്റിടങ്ങളിൽ ഇത് $101 തുടരുന്നു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കത്തെ അമേരിക്ക തടയില്ലെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും എണ്ണ വിതരണത്തിൽ ഉണ്ടായേക്കാവുന്ന കുറവ് വരും ദിവസങ്ങളിൽ ആഗോള വിപണിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ഉപരോധം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ചൈനീസ് കറൻസിയായ യുവാൻ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുന്ന കപ്പലുകളെയാണെന്നാണ് വിലയിരുത്തൽ. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പെട്രോ ഡോളർ വ്യവസ്ഥയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നതിനും അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാനുമാണ് പല കപ്പലുകളും ചൈനീസ് യുവാൻ ഉപയോഗിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ചൈനയെയും ഇറാനെയും ഒരേ സമയം നേരിടാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത്. തങ്ങളുടെ സാമ്പത്തിക സമ്മർദ്ദ തന്ത്രങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇരു രാജ്യങ്ങളും ഇതിനകം തെളിയിച്ചിട്ടുണ്ടെന്നത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ആഗോള വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $140 മുകളിലേക്ക് കുതിച്ചുയർന്നത് ഇതിന്റെ പ്രധാന ഫലമാണ്. എണ്ണയ്ക്ക് പുറമെ വളം, അലുമിനിയം, പ്ലാസ്റ്റിക്, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെയും വില കുത്തനെ വർദ്ധിച്ചു. സൗദി അറേബ്യയിലെ കെമിക്കൽ പ്ലാന്റുകൾക്ക് ഇറാൻ മിസൈൽ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചത് പാക്കേജിംഗ് സാമഗ്രികളുടെ ദൗർലഭ്യത്തിനും കാരണമായിട്ടുണ്ട്. ഇത് വികസ്വര രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള ഭക്ഷ്യക്ഷാമത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും വഴിവെച്ചേക്കാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. സാമ്പത്തിക യുദ്ധമുറകളിൽ അമേരിക്കയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യം അവസാനിക്കുന്നതിന്റെ സൂചനകളാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്. ലോകം ഇന്ന് കൂടുതൽ ബഹുദ്രുവ സാമ്പത്തിക ക്രമത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഉപരോധങ്ങൾ അമേരിക്കയുടെ ശക്തമായ ആയുധമായിരുന്നെങ്കിൽ ഇന്ന് ചൈനയെ പോലുള്ള രാജ്യങ്ങൾ അപൂർവ ധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രിച്ചുകൊണ്ട് ഇതിന് മറുപടി നൽകുന്നു. ആഗോള വ്യാപാര ബന്ധങ്ങളിലെ വിള്ളലുകൾ മൂലം ഇന്ത്യ, അമേരിക്ക, ചൈന, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ ആഭ്യന്തര ഉൽപാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. തന്ത്രപ്രധാനമായ വസ്തുക്കളുടെ ഇറക്കുമതിക്കായി മറ്റ് രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് സുരക്ഷാ ഭീഷണിയാണെന്ന് രാജ്യങ്ങൾ തിരിച്ചറിയുന്നു. ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ദക്ഷിണ കൊറിയയെ പോലുള്ള രാജ്യങ്ങൾ പുനരുപയോഗ ഊർജത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ കടലിടുക്കിനെ മറികടക്കാൻ പുതിയ പൈപ്പ് ലൈനുകൾ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം നീണ്ടുനിൽക്കുന്നത് ലോകമെമ്പാടും പണപ്പെരുപ്പം വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. ഇറാൻ പൂർണ്ണമായും കടലിടുക്ക് അടയ്ക്കുന്നതിന് പകരം കപ്പലുകളുടെ ഗതാഗതം ഭാഗികമായി നിയന്ത്രിച്ചുകൊണ്ട് തങ്ങളുടെ അധികാരം പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം തുറമുഖങ്ങൾ ഉപരോധിക്കാനുള്ള അമേരിക്കൻ തീരുമാനത്തെ ഇറാൻ പരിഹസിക്കുകയും ചെയ്തു. ട്രംപിന്റെ തീരുമാനങ്ങൾ ചിരിക്കാൻ വക നൽകുന്നു എന്നാണ് ഇറാന്റെ പരിഹാസം. മേഖലയിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് ഇറാൻ. കടലിടുക്ക് ഇറാൻ സേനയുടെ നിയന്ത്രണത്തിലാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.